ട്രാവൽ ക്രെഡിറ്റ് കാർഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എല്ലാവരും പറയുന്ന ക്രെഡിറ്റ് കാർഡാണ് സ്കാപ്പിയ. ഈ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡിൻ്റെ 3 അഡ്വാൻറ്റേജസ് ആണ് അതിൻ്റെ കാരണം. ഒന്ന്, ലൈഫ് ടൈം ഫ്രീ ആണ് ഈ ക്രെഡിറ്റ് കാർഡ്. ജോയിനിങ് ഫീ, ആനുവൽ ഫീ തുടങ്ങിയ ഇനത്തിൽ ₹1 പോലും ഈ ക്രെഡിറ്റ് കാർഡിന് നമ്മൾ കൊടുക്കേണ്ടതില്ല. രണ്ടാമത്തേത്, അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസ്. പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഓഫർ ചെയ്യുന്ന അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ആണ് സ്കാപ്പിയ നൽകുന്നത്. ഇനി ഒരാൾ എബ്രോഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 0 forex ഫീ ആണ് ഇതിനുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 3.5% ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകളെല്ലാം ചാർജ് ചെയ്യുമ്പോൾ ഇതിന് 0 forex മാർക്കപ്പ് ഫീ ആണ് സ്കാപ്പിയ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് സ്കാപ്പിയ. ക്രെഡിറ്റ് കാർഡിൻ്റെ ഡിസ്കഷനുകളിൽ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് കിട്ടാത്തതിൻ്റെ പേരിൽ നിരാശപ്പെടുന്ന ഒരുപാട് ആളുകളെയൊക്കെ കാണാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ദ ഗ്രേറ്റസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണോ സ്കാപ്പിയ? ഹിഡൻ അജണ്ടകൾ ഒന്നുമില്ലാത്ത ഒരു പാവം ക്രെഡിറ്റ് കാർഡാണോ സ്കാപ്പിയ? അതായത് ഇതിൻ്റെ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ആൻഡ് വെൽക്കം ടു മൈൽസ്, പോയിൻറ്റ്സ് ആൻഡ് പാസ്പോർട്ട്സ്. ഈ ചാനൽ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ റിവാർഡ്സ്, അതായത് അതിൻ്റെ മൈൽസ് ആൻഡ് പോയിൻറ്റ്സ് എങ്ങനെ ഒരു പാസ്പോർട്ടിലേക്ക് കൺവേർട്ട് ചെയ്യാം, നമ്മുടെ യാത്രയിൽ എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന് പറയുന്ന ചാനലാണ്. അത് ചിലപ്പോൾ ഫ്രീ ഫ്ലൈറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രീ 5 star ഹോട്ടൽ അക്കോമഡേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എബ്രോഡ് എത്തുമ്പോൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ വൗച്ചേഴ്സ് ആയിരിക്കാം. തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇന്തോനേഷ്യ, ഒമാൻ, തായ്ലൻഡ്, മലേഷ്യ, ശ്രീലങ്ക, മാൽഡീവ്സ്, ഉസ്ബെക്കിസ്ഥാൻ, കസക്കിസ്ഥാൻ ഇവിടെ എല്ലാം പോയി ഓൾറെഡി യാത്ര ചെയ്തതിൻ്റെ വ്ളോഗ്സ് ഓൾറെഡി ഈ ചാനലിൽ അവൈലബിൾ ആണ്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. ഇത്രയും രാജ്യങ്ങളിൽ എങ്ങനെയാണ് ക്രെഡിറ്റ് കാർഡ്സിൻ്റെ റിവാർഡ്സ് ആൻഡ് പോയിൻറ്റ്സ് ഒക്കെ എഫക്റ്റീവായിട്ട് ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ബാക്ക് ടു ദ സബ്ജക്റ്റ്, നമുക്ക് സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ്സിലേക്ക് പോകാം. ഞാൻ അതിൻ്റെ ഓൾറെഡി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അത് ലൈഫ് ടൈം ഫ്രീ ആണ്. 2, അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് ആണ്. 3ാമത്തേത് ഫോറക്സ് മാർക്കപ്പ്. അതായത് ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൊണ്ടാണ് സ്കാപ്പിയ വളരെ പോപ്പുലറായിട്ട് നിൽക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ സ്കാപ്പിയ ഈ പറയുന്നത് പോലെയുള്ള ഹിഡൻ അജണ്ടകളില്ലാത്തൊരു കാർഡാണോ ഇല്ലയോ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം സ്കാപ്പിയയുടെ റിവാർഡ്സ് ബ്രേക്ക് ഡൗൺ നോക്കാം. അതായത് സ്പെൻഡ് കാറ്റഗറി, ജനറൽ സ്പെൻസിന് ഓരോ 100 രൂപയ്ക്കും 10 സ്കാപ്പിയ കോയിൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു കോയിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.20, അങ്ങനെ നോക്കുമ്പോൾ 2% വാല്യൂ ബാക്കാണ് സ്കാപ്പിയ നമുക്ക് തരുന്നത്. എന്നാൽ ട്രാവൽ ബുക്കിംഗ്സിലേക്ക് പോകുമ്പോൾ ഓരോ 100 രൂപയ്ക്കും 20 സ്കാപ്പിയ കോയിൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഒരു കോയിൻ 0.20 എന്ന് പറയുമ്പോൾ 4% വാല്യൂ ബാക്കാണ് നമുക്ക് ട്രാവൽ ബുക്കിംഗ്സിൽ കിട്ടുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, ഈ ട്രാവൽ ബുക്കിംഗ്സ് എന്ന് പറയുന്നത് സ്കാപ്പിയയുടെ ആപ്പ് ത്രൂ ഉള്ളതാണ്. അതായത് ബാക്കിയുള്ള നമ്മൾ നോക്കുന്ന GoIbibo, MMT പോലുള്ള അതുപോലുള്ള സൈറ്റുകളിലോ അതുപോലുള്ള ആപ്പുകളിലോ അല്ല, സ്കാപ്പിയ ത്രൂ ബുക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് 4% വാല്യൂ ബാക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് സ്കാപ്പിയയുടെ ഹിഡൻ ചാർജസ് നോക്കാം. ഇത് ആക്ച്വലി സ്കാപ്പിയയുടെ മാത്രമായിട്ടുള്ള ഹിഡൻ ചാർജസ് അല്ല, ക്രെഡിറ്റ് കാർഡുകളിൽ വരുന്ന ഹിഡൻ ചാർജാണ്. അതുകൊണ്ട് ഈ ഒരു സെഗ്മെൻറ്റ് ഞാൻ സ്കാപ്പിയയുടെ മാത്രം നെഗറ്റീവ് എന്നുള്ള രീതിയിലല്ല നിങ്ങളോട് പറയുന്നത്. ഒന്നാമത്തേത് ലേറ്റ് പേയ്മെൻറ്റ് ചാർജസ് ആണ്. ലേറ്റ് ഫീ 1000 രൂപ വരെ വരാം. അതുകൂടാതെ 41.88% ഇതിൻ്റെ ഇൻട്രസ്റ്റ് അവർ ചാർജ് ചെയ്യുന്നത്. സ്കാപ്പിയ മാത്രമല്ല, ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകളെല്ലാം ഇത്രയോ അല്ലെങ്കിൽ ഇതിന് മുകളിലോ ചാർജ് ചെയ്യാറുണ്ട്. പിന്നെ EMI ചാർജസ്, ക്യാഷ് അഡ്വാൻറ്റേജ് ചാർജസ്, കൺവീനിയൻസ് ഫീ, അതായത് യൂട്ടിലിറ്റി ടെലികോം ബിൽസ് അത് 50,000 മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1% കൺവീനിയൻസ് ഫീ ചാർജ് ചെയ്യുന്നുണ്ട്. അത് ഈയിടെയായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ക്രെഡിറ്റ് കാർഡുകളും കൊറോണയ്ക്ക് ശേഷം ചാർജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സ്ലൈഡിൽ കൺവീനിയൻസ് ഫീ എന്ന് പറയുന്നത് 2 തവണ വന്നിട്ടുണ്ട്, നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. ഇനാക്ടിവിറ്റി പെനാൽറ്റി എന്ന് പറയുന്നത്, എൻ്റെ വൈഫിന് സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയും വേറെ, നമ്മളിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് മാത്രമല്ലല്ലോ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോൾ ഫ്യൂവലിന് വേണ്ടി ഒരു ക്രെഡിറ്റ് കാർഡ് ആയിരിക്കാം, അതല്ല ബാക്കിയുള്ള ഓൺലൈൻ പർച്ചേസിന് വേണ്ടിയിട്ട് വേറെ ക്രെഡിറ്റ് കാർഡ് ആവാം, ട്രാവലിന് വേണ്ടി വേറെ ക്രെഡിറ്റ് കാർഡ് ആവാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് കുറച്ചധികം കാലം ഉപയോഗിക്കാതിരുന്നു. ഇവർ 365 ദിവസം എന്നൊക്കെയാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും 365 എന്നുള്ളതല്ല അതിൻ്റെ യാഥാർത്ഥ്യം. കുറച്ച് കാലം നമുക്കൊരു 3-4 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് 0 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് അത് ഇനാക്റ്റീവായി പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് വൺസ് സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് ഇനാക്റ്റീവ്, അതായത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, അതായത് ഫെഡറൽ ബാങ്കിൻ്റെ റൂളാണ്. അതായത് ഓൾറെഡി ഫെഡറൽ ബാങ്കിൻ്റെ ഇഷ്യൂ ചെയ്തിട്ടുള്ള 1 കാർഡോ അല്ലെങ്കിൽ ജൂപ്പിറ്റർ ഈ കാർഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല എന്നായിരുന്നു. പിന്നീട് അവർ ആ റൂൾ എടുത്ത് മാറ്റിയിരുന്നു. എന്നാൽ റൂൾ എടുത്ത് മാറ്റിയിട്ടും പല ആളുകൾക്കും ഇപ്പോഴും സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് കിട്ടുന്നില്ല. അതായത് ഈ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാരണം ഈ സ്കാപ്പിയ എന്നുള്ള ക്രെഡിറ്റ് കാർഡ് അത്ര പോപ്പുലറായിട്ട് എല്ലാവരുടെയും കയ്യിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് റിയാലിറ്റി. പിന്നെ ഏജ് ആൻഡ് ഇൻകം റൂളാണ്. അത് മിനിമം 23 വയസ്സായിരിക്കണം നമുക്ക്. പിന്നെ മിനിമം സാലറി 5 lakh per year. 5 lakh per year അത്രയും സാലറി ഉള്ളവർക്ക് മാത്രമാണ് സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് കിട്ടുള്ളൂ. സോ സിമ്പിളാണ്. ഇവർ എയിം ചെയ്യുന്നത് സ്റ്റുഡൻസിനെയൊന്നും അല്ല, നല്ല അത്യാവശ്യം ഇൻകം ഉള്ള ആ രീതിയിലൊക്കെ ഉള്ള ആളുകളെയാണ് ഇവർ ഇൻകം ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡിന് അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് നമുക്ക് നൽകുന്നുണ്ടെന്ന്. പക്ഷേ ഈ അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്
വിസ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപ, റൂപേ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 15,000 രൂപ. ഇത്രയും സ്പെൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് നമുക്ക് അൺലോക്ക് ചെയ്ത് കിട്ടുകയുള്ളൂ. സോ സിമ്പിളാണ്. റൂപേ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 15,000, വിസ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ 10,000 രൂപ നിങ്ങൾ മാസത്തിൽ നാച്ചുറലായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസിന് വേണ്ടി നമ്മൾ ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ 8,000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, എന്നാൽ 2,000 രൂപയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചേക്കാം എന്ന് പറയുന്ന ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ട്രാപ്പായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലോ, ആ ഒരു സ്പെൻഡിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ആൻഡ് ഇതൊന്നും ഞാൻ നെഗറ്റീവായിട്ട് പറയുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കാരണം ക്യാപ്പിയ 10,000 രൂപയോ 15,000 രൂപയോ സ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് തരുന്നുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ടാത്ത ചിലവുകൾ ഈ കാർഡിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ട്രാപ്പിലേക്ക് വീണ് കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കിട്ടി എന്ന് തന്നെ വിചാരിക്കുക. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബില്ലിംഗ് സർക്കിൾ 1 ഒക്ടോബർ ടു 31 ഒക്ടോബർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10,000 രൂപ ഒക്ടോബറിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് നമുക്ക് 1 നവംബർ, ആ നവംബറിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബില്ല് ഓൾറെഡി ജനറേറ്റ് ആയതിനു ശേഷം 3, 4, 5 വർക്കിംഗ് ഡേയ്സിന് ശേഷം മാത്രമാണ് അൺലിമിറ്റഡ് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് അൺലോക്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ്, നമ്മളുടെ ട്രാവൽ ഡേറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ സ്കൈ സ്കാനറൊക്കെ നോക്കുമ്പോൾ ഏറ്റവും ചീപ്പായിട്ടുള്ള നമുക്ക് ഫെയർ കുറഞ്ഞ് കിട്ടുന്ന ഒരു ദിവസം തന്നെ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാച്ചുറലി 10,000 അല്ലെങ്കിൽ 15,000 സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നവുമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് കാൽക്കുലേഷൻസ്, അനാവശ്യമായിട്ടുള്ള ചിലവുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് മൂലം ഉണ്ടായേക്കാം. ഇനിയുള്ള കാര്യമാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. കാരണം നമുക്ക് കിട്ടുന്ന ഈ സ്കാപ്പിയ കോയിൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ട്രാവൽ ബുക്കിംഗ്സ് സ്കാപ്പിയ ആപ്പിലൂടെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കാപ്പിയ കോയിൻസ് നമുക്ക് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വൗച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്കിത് ബാക്കിയുള്ള പുറത്തുള്ള ആപ്പുകൾ, തേർഡ് പാർട്ടി ആപ്പുകളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്കാപ്പിയ ആപ്പിൽ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി ടു ചെന്നൈ ഒരു ഫ്ലൈറ്റ് സ്കാപ്പിയ ആപ്പിൽ കാണുന്ന 5,000 രൂപയാണെന്ന് നോക്കുക. എന്നാൽ കൊച്ചി ടു ചെന്നൈ ഫ്ലൈറ്റ് ഞാൻ പേടിഎമ്മിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ MMTയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ GoIBയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 3,500 രൂപ ആ റേഞ്ചിൽ കാണുക നോക്കുക. അപ്പോൾ നോക്കുമ്പോൾ നമ്മളുടെ ഇത്രയും കോയിൻസും കാര്യങ്ങളെല്ലാം സ്കാപ്പിയ ആപ്പിലാണുള്ളത്. നമുക്കതിന് സ്കാപ്പിയയുടെ പുറത്ത് നമുക്ക് നല്ല റേറ്റ് കിട്ടുന്നുണ്ട്. എപ്പോഴൊക്കെ ഞാൻ സ്കാപ്പിയ ആപ്പ് നോക്കിയിട്ടുണ്ടോ അപ്പോഴൊന്നും എനിക്ക് നല്ല റേറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഈ സ്കാപ്പിയയുടെ എക്കോസിസ്റ്റം ഉണ്ടല്ലോ, ആ എക്കോസിസ്റ്റത്തിൽ ലോക്കായി കിടക്കും നമ്മൾ. ഈ എക്കോസിസ്റ്റത്തിൽ നമുക്ക് കുറച്ചധികം നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. പിന്നെയുള്ള കാര്യം സ്പെൻഡ് കാറ്റഗറിയാണ്. ഏതൊക്കെ കാറ്റഗറിയിലാണ് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഇൻ്റർനാഷണൽ സ്പെൻസിന് 0 ഫോറക്സ് ഫീ ആണ്, പക്ഷേ 0 റിവാർഡ്സ് എന്ന് പറയുന്നത് സ്കാപ്പിയയുടെ ഏറ്റവും വലിയ പോരായ്മയാണ്. കാരണം ഇൻ്റർനാഷണൽ സ്പെൻഡിന് നമുക്ക് കോയിൻസ് ഒന്നും കിട്ടുന്നില്ല. അതിന് പകരമായിട്ട് 0 ഫോറക്സ് ആണ് എന്ന് പറഞ്ഞാൽ പോലും നമുക്കവിടെ പോയിൻറ്റ്സ് ഒന്നും കിട്ടുന്നില്ല എന്നുള്ളത് വളരെയധികം ഡിസപ്പോയിൻമെൻ്റ് ആണ്. പിന്നെ റെൻറ്റ് പേയ്മെൻറ്റ്സ്, ഫോറക്സ് ട്രാൻസാക്ഷൻസ്, ക്രിപ്റ്റോ പർച്ചേസസ്, ടാക്സസ് ആൻഡ് എഡ്യൂക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം നോർമലി ബാക്കിയുള്ള കാർഡുകളൊന്നും നമുക്ക് റിവാർഡ്സോ തുടങ്ങിയ കാര്യങ്ങളൊന്നും തരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ സ്കാപ്പിയെ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെ യൂട്ടിലിറ്റി ആൻഡ് ടെലികോം പേയ്മെൻറ്റ്സിനാണ് നമുക്ക് കോയിൻസ് കിട്ടുന്നത്. പക്ഷേ ഒരു മാസത്തിൽ 20,000 രൂപയ്ക്ക് മുകളിലേക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കിട്ടില്ല. പക്ഷേ ഇത് ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകളെല്ലാം ഈ റൂൾ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു കാര്യത്തിലും സ്കാപ്പിയെ കുറ്റം പറയാൻ പറ്റില്ല. ആൻഡ് ഫൈനലി ഈ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് ആർക്കാണ് പെർഫെക്റ്റ് എന്നുള്ളത് നോക്കാം. ഒരു വർഷത്തിൽ 4 or 5 തവണ ഡൊമസ്റ്റിക് ട്രാവലൊക്കെ ചെയ്യുന്ന ഒരാളാണ് അയാൾ. നാച്ചുറലി ഒരു മാസം 10,000 രൂപ വിസ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ, 15,000 രൂപ റൂപേ വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. 23 വയസ്സിന് മുകളിലുള്ള വർഷത്തിൽ 5 to 6 lakh പെർ ആനം ആ ഒരു ഇൻകം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, നാച്ചുറലി ഇത്രയൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് പറ്റിയ പെർഫെക്റ്റ് കാർഡാണ്. കൂടുതൽ കാർഡുകളൊക്കെ ഉള്ള ആൾ, ഇപ്പോൾ ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോരോ സെഗ്മെൻറ്റും ഓരോ കാർഡൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സ്കാപ്പിയയുടെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ ലോക്ക് ആവുന്നതുകൊണ്ട് തന്നെ ഈ സ്കാപ്പിയയിൽ ഈ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് വേറെ കാർഡുകളിൽ കിട്ടും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് കാർഡ്സൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ സ്കാപ്പിയ എന്ന് പറയുന്നത് ഓക്കെ. 0 ഫോറക്സ് എന്നുള്ളൊരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ആ 0 ഫോറക്സ് സ്പെൻഡ് ചെയ്താലും നമുക്ക് അതിന് സ്കാപ്പിയ കോയിൻസോ തുടങ്ങിയ കാര്യങ്ങളൊന്നും കിട്ടുന്നതല്ല. സോ സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് എന്നെ സംബന്ധിച്ച് 0 ഫോറക്സ് എന്ന് പറയുന്ന ആ ഒരു അട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കാം. ബാക്കിയുള്ള ബെനിഫിറ്റ്സിന് എല്ലാത്തിനും വേറെ ഒരുപാട് കാർഡുണ്ട്. കാരണം ഈ മാസം 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ സ്കാപ്പിയയിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ബെനിഫിറ്റ് എനിക്ക് മറ്റുള്ള കാർഡുകളിലുണ്ട്. എന്ന് വെച്ച് ഒരിക്കലും സ്കാപ്പിയ ഒരു മോശം കാർഡായിട്ട് മാറുന്നില്ല. കാരണം നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരാൾക്ക് ഒരൊറ്റ ക്രെഡിറ്റ് കാർഡേ ഉള്ളൂ, അത് സ്കാപ്പിയാണ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ഇതുപോലെ വർഷത്തിൽ 5-6 തവണ ഡൊമസ്റ്റിക് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് സെറ്റല്ലേ, കാരണം അയാൾക്ക് വർഷം മുഴുവൻ ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ് കിട്ടുന്നുണ്ട്. കാരണം നാച്ചുറലി 10,000 അല്ലെങ്കിൽ 15,000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ളവർക്ക് ഓക്കെയാണ്. ഒരുപാട് കാർഡുകളൊക്കെ വരുമ്പോൾ സ്കാപ്പിയൻ്റെ ഇടയിലേക്ക് വരുമ്പോൾ 0-4x എന്നുള്ള കാര്യം, ആ ഒരു കാര്യമാണ് എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്നത്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ എതിരഭിപ്രായം ഉണ്ടാവും, അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക, കമൻറ്റായിട്ട് താഴെ ഇടുക. ആൻഡ് ഇതുപോലുള്ള ക്രെഡിറ്റ് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള, ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാശ് സേവ് ചെയ്യാൻ പറ്റുന്ന കുറേ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം.